ചിക്കൻ കറി ആയിരുന്നു. നല്ല സൂപ്പർ ചിക്കൻ കറി എല്ലാം അങ്ങ് റെഡി ആയിട്ടുണ്ട്. റെഡിയാക്കിയിട്ടുണ്ട്. അതൊന്ന് ഇറക്കി കൊണ്ടുവച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ ലാസ്റ്റ് ഇതാ കുറച്ച് മല്ലിയിലയും കൂടെ തൂകി ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതമുണ്ട്. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബക്രീദിൻ്റെ ആ ദിവസത്തെ ഒരു കുറച്ച് വീഡിയോസുകളാണ് കേട്ടോ. അതായത് പെരുന്നാൾ ദിവസം മക്കൾക്കൊക്കെ അവധിയാണ്. അപ്പോൾ പിള്ളേരൊക്കെ ഉള്ള ദിവസമായതുകൊണ്ടും കുറേ കാലമായിട്ട് നമ്മുടെ വീട്ടിൽ സ്പെഷ്യലുകളൊന്നും അങ്ങനെ ഉണ്ടാക്കുന്നില്ല. അപ്പോൾ ഇന്ന് ബക്രീദ് ആയതുകൊണ്ട് നമ്മുടെ അടുക്കളയിൽ ചെറിയ രീതിയിലുള്ള സ്പെഷ്യൽ ആഹാരമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അടുക്കളയിലെ വിശേഷങ്ങളൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക. ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് വീഡിയോസ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ എന്തായാലും നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോവുകയാണ്. അപ്പോൾ കാലത്ത് കഴിക്കാനുള്ള ദോശയൊക്കെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഏട്ടൻ രാവിലെ തന്നെ പോയിട്ട് ഉച്ചയ്ക്ക് ആഹാരം ഉണ്ടാക്കുന്നതിനുള്ളതൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് തന്നിട്ട് ആളിതാ പണിക്ക് പോകാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഏട്ടനെ രാവിലെ കഴിക്കാനായിട്ട് ഇതാ ദോശയും ഓംലേറ്റും മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഓംലേറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ചായ, ചമ്മന്തിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. ഏട്ടൻ രാവിലെ പോണ തിരക്കിൽ അതായത് കൊണ്ട് തന്നെ ഓംലേറ്റ് മതി, ചമ്മന്തിയൊന്നും വേണ്ട. ഡെയിലി ചട്നി, ചമ്മന്തി, സാമ്പാർ അങ്ങനെയൊക്കെ ആണല്ലോ. അപ്പോൾ ഇന്ന് ഓംലേറ്റ് മതി എന്ന് പറഞ്ഞു. അങ്ങനെ അത് കൊടുത്തു വിട്ട് ഏട്ടൻ പോയിട്ടുണ്ട്. ചിക്കൻ വാങ്ങിച്ചിട്ട് വന്നിട്ട് നന്നായിട്ടെല്ലാം കഴുകി വൃത്തിയാക്കി നല്ലോണം ചിക്കൻ ലെഗ് പീസൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിങ്ങനെ ഇതാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിലൊന്ന് മസാലയൊക്കെ ഒന്ന് പുരട്ടിയെടുക്കണം. അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. മസാലകൾ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത്തിരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പട്ട, ഗ്രാമ്പു അതൊരു 2-3 കഷ്ണം, 1 ടീസ്പൂണ് കുരുമുളക്, ഒരു 1/4 ടീസ്പൂണ് ജീരകം, ഒരു കഷ്ണം ഇഞ്ചി, ഒരു 5-10 അല്ലി വെളുത്തുള്ളി, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് മിക്സിൻ്റെ ജാറിലോ അല്ലെങ്കിൽ കല്ലിലോ അരച്ചെടുക്കാം കേട്ടോ. നമ്മളിപ്പോൾ മിക്സിൻ്റെ ജാറിലല്ല, കല്ലിൽ വെച്ച് അരയ്ക്കാനായിട്ട് പോവുകയാണ്. അങ്ങനെ നമ്മുടെ മസാല കൂട്ടുകളൊക്കെ എടുത്തിട്ട് ഞാൻ അമ്മിയിൽ തന്നെ വെച്ച് അരയ്ക്കാൻ കേട്ടോ. കാരണം നമ്മൾ മിക്സിൻ്റെ ജാറിൽ ഈ കുരുമുളകൊക്കെ അരഞ്ഞ് കിട്ടാനായിട്ട് കുറച്ച് പാടാണ്. അതുകൊണ്ട് ഞാൻ അമ്മിയിൽ വെച്ച് അരയ്ക്കണം കേട്ടോ. അപ്പം നമ്മൾ ആദ്യം ഇതിൽ ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ആദ്യം ഞാനിട്ട് കൊടുക്കുന്നത് ഉപ്പാണ്. പിന്നെ നമ്മൾ ചെറുനാരങ്ങ, ഇത് കുരുവൊക്കെ മാറ്റി കൊടുക്കാം. കുരുവൊക്കെ ഒന്ന് മാറ്റിയിട്ടെടുക്കാം. പിന്നെ നമുക്കതിലേക്ക് നമ്മൾ അരച്ച മസാല ഇടുകയാണ്. കുറച്ച് വെള്ളവും കൂടെ ഉണ്ട്. മസാല ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ചിക്കൻ അങ്ങനെ നമ്മുടെ അമ്മിക്കല്ല് അരച്ചെടുത്ത നമ്മുടെ മസാലയൊക്കെ നല്ലോണം ചിക്കനിൽ പുരട്ടി ഒരു 2-3 മണിക്കൂർ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു കേട്ടോ. കാരണം രാവിലെ ഒരു 8:30 ആകുമ്പോഴാണ് ഞാൻ ഈ മസാലയൊക്കെ പുരട്ടി വെച്ചത്. ഉണ്ടാക്കാൻ തുടങ്ങിയത് ഒരു 11 മണിയാകുമ്പോഴാണ്. കാരണം അത്ര നേരം വീട്ടിൽ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയത്. അപ്പം നമുക്ക് കുറച്ച് മുളക് തൈയും വഴുതനങ്ങ തൈയൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ചേച്ചിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ്. ഇതൊക്കെ ഒന്ന് വെക്കണം. അപ്പം നമ്മളിതാ അവിടേക്ക് പോവാണ്. നമ്മുടെ സ്ഥലം. അപ്പം ഞാനിത് വെക്കാൻ വേണ്ടിയിട്ട് വേണ്ട അത് ചെറിയൊരു കുട്ടി പാത്തി എടുത്ത് വെച്ചു. അപ്പോഴാണ് ആലോചിച്ചത്, അയ്യോ വീഡിയോ എടുക്കാൻ മറന്നല്ലോ എന്ന്. പലപ്പോഴും ഇങ്ങനെ വീഡിയോ എടുക്കാൻ മറക്കണമെന്നും പോവാണ്. എത്ര ദിവസം കൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനെ കണ്ടില്ലേ ഒക്കെ എന്താ പറയുക, മൊത്തത്തിൽ അങ്ങോട്ട് ചപ്പും കുപ്പയും
ഒക്കെ പിടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് പാത്തി എടുത്തിട്ട് നമ്മുടെ മുളക് തൈയും വഴുതനങ്ങ തൈയും വെക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇക്കൊല്ലത്തേക്കുള്ള അടുക്കളത്തോട്ടം ഒരുക്കാനുള്ള ഒരു ചെറിയൊരു പണിയിലാണ് കേട്ടോ. അപ്പോൾ കുറച്ച് വഴുതനങ്ങ തൈയും മുളക് തൈയൊക്കെ ചേച്ചിൻ്റെ വീട്ടിൽ പോയപ്പോൾ തന്നു വിട്ടിട്ടുണ്ട് ഇന്നലെ. അപ്പോൾ ഞാൻ എന്തായാലും അത് കൊണ്ടുവന്നിട്ട് ഇനിയിപ്പോൾ അത് ഉണങ്ങി കളയണ്ടെന്ന് വിചാരിച്ചിട്ട് രാവിലെ തന്നെ അതാ വെക്കാനായിട്ട് പോവാണ് കേട്ടോ. നമ്മുടെ തൊഴിലുറപ്പ് പണിക്കാരൊക്കെ വന്നിട്ട് പാത്തിയൊക്കെ എടുത്തിട്ട് പോയതാണ്. പക്ഷേ പാത്തി എവിടെയെന്നുള്ളത് ഒരു ഐഡിയയും ഇല്ല. കാരണം അത്രയും തൂന പൊത്തി കിടക്കുന്നുണ്ട്, ചെടിയും തൂപ്പും ഒക്കെ ആയിട്ടിട്ടാ. അപ്പോൾ എന്തായാലും ആ ഒരു തൂനയൊക്കെ ഒന്ന് വെട്ടി മാറ്റിയിട്ട് വേണം പാത്തി എടുക്കാനായിട്ട്. അല്ലെങ്കിൽ ഒന്ന് അയർത്ത് വിട്ടിട്ട് ഇതാക്കി വെച്ചാൽ കുറച്ചും കൂടെ വൃത്തിയായിട്ടുണ്ടാകും. പിന്നെ ഞാൻ ഇത്തിരി ഒരു തിരക്കിലായതുകൊണ്ട് ഇനിയിപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം. ഉച്ചയ്ക്ക് ചിക്കനൊക്കെ വാങ്ങിച്ച് വെച്ചത് കൊണ്ട് തന്നെ പണിയല്ലേ. അപ്പോൾ ഞാൻ വേഗം തന്നെ ആ ഒരു നമ്മുടെ പുല്ലൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് മേലാകെ ഒന്ന് ചെത്തി കൂട്ടിയും കണ്ട് അതിൻ്റെ മേലെ തന്നെ അങ്ങനെ പാത്തി എടുത്ത് വിടാണ് കേട്ടോ. ഓൾറെഡി അവിടെ പാത്തി ഉണ്ട്, എന്നാലും അതൊക്കെ തറഞ്ഞ പോലെയാണ്. കുറേ ആയില്ലേ നമ്മൾ പാത്തി എടുത്തിട്ട്. അപ്പം അതൊരു മരം പോലെ ആയിട്ടുണ്ട്. അത്ര സോഫ്റ്റ് ഇല്ല കേട്ടോ മണ്ണ്. ചരക്കല്ലായിട്ടുള്ള മണ്ണായതുകൊണ്ട് ഇവിടെ എന്ത് വെച്ചാലും ഇങ്ങനെ തറഞ്ഞ് കിടക്കും. കാര്യമായിട്ട് അങ്ങനെ വരാറില്ല, എന്താണെന്നറിയില്ല. എല്ലാ വർഷവും ഒക്കെ ചെയ്യണം തന്നെ, പക്ഷെ എന്നാലും ഒരു ഇതാണ്. അപ്പോൾ എന്തായാലും ഞാൻ ആ പാത്തിയൊക്കെ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ചാരു വന്നിട്ട് അമ്മ തലയിലിട്ട ക്ലിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വന്നതാണ്. അപ്പോൾ ഇന്ന് ബക്രീദ് ആയതുകൊണ്ട്, പെരുന്നാളായതുകൊണ്ട് അവളുടെ കൂട്ടുകാർ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് കേട്ടോ പെരുന്നാളിനെ. അപ്പോൾ അവൾ അവിടേക്ക് പോവാണ്. അപ്പോൾ പോകുന്നതിന് മുമ്പ് റെഡിയായിക്കൊണ്ടിരിക്കണം. റെഡിയാകുന്ന സമയത്ത് തലയിലിടാനുള്ള ക്ലിപ്പൊന്നും ഇല്ലയെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ തലയിൽ വേറെ ഒരെണ്ണം കൊണ്ട് തന്നിട്ട് അത് വേണം പറഞ്ഞിട്ട് അങ്ങനെ എടുക്കാൻ വന്നതായിരുന്നു കേട്ടോ. അങ്ങനെ അവൾ എന്തായാലും റെഡിയായിട്ട് പോകാനായിട്ട് നിൽക്കുന്നുണ്ട്. ഞാനിതാ കുറച്ച് പാത്തിയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. 1-2 പാത്തിയൊക്കെ അങ്ങനെ എടുത്തു. ഹലോ ഗൈസ്, അമ്മ ഹായ് പറ. ഇതെൻ്റെ യൂട്യൂബ് ചാനലല്ല ഞാൻ കാട്ടുന്നത്, നമ്മുടെ റിംഗ് ലൈറ്റ്. ഇല്ലല്ല, ഞാൻ അപ്പം പോവാൻ വേണ്ടി നിൽക്കാം കേട്ടോ. ഇവിടെ ഇല്ലേ വെളിച്ചില്ല കണ്ടോ ഗൈസ്. അപ്പോൾ ഞാൻ പോയിട്ട് വരാം. അമ്മ പണിയൊക്കെ ചെയ്ത് ഭയങ്കര ക്ഷീണിച്ചിറക്കാണ് അല്ലവാ അല്ലേ? അതെ, തൈ എടുക്ക്. അമ്മ തൈ വെക്കാം. വഴുതനങ്ങ തൈ ഇത് വന്നിട്ട് മുളക് തൈ. മുളക് എന്ന് പറഞ്ഞാൽ സാധാരണ വറമുളകോ അത് മുളപ്പിച്ചാണ്. ഇത് വഴുതനങ്ങ തൈ. എന്തായാലും ഇത് വരുമോയെന്നൊന്നും അറിയില്ല, വെക്കുന്നുണ്ട് കേട്ടോ. എപ്പോൾ വെച്ചാലും ഇത് ഈ മണ്ണിൽ അത്ര ഇതില്ല. വെച്ച് നോക്കാം എന്തായാലും. 10 ചിട്ടി പേഴ്സിലല്ലേടി അമ്മൻ്റെ റെഡ് ബാഗിൽ, അവിടെ നിന്ന് ഞാനെടുത്തത്. ഓക്കെ ഗൈസ്. അങ്ങനെ ചാരു പോണ നേരത്ത് വന്ന് എൻ്റെ അടുത്ത് കുറച്ച് നേരം സംസാരിച്ച് പിന്നെ അങ്ങനെ വീഡിയോ ഒക്കെ എടുത്തിട്ട് ആൾ പോയിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ പെരുന്നാളായതുകൊണ്ട് തന്നെ കൂട്ടുകാരൻ്റെ വീട്ടിൽ ക്ഷണമുണ്ട് കേട്ടോ. അപ്പോൾ കുറേ ഫ്രണ്ട്സുകൾ വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഇങ്ങനെ പോയി എത്തിയതോ അവിടെ നിന്ന് വിളിച്ചു. പിന്നെ ഇടയ്ക്കൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. മക്കൾ എവിടെയും പോകുമ്പോൾ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല. പിന്നെ ഒന്നാമത് ഒറ്റയ്ക്കൊക്കെയാണല്ലോ പോണത്. അവൾ സ്കൂളിൽ പോയിട്ട് ശീലമുള്ളത് കൊണ്ട് പിന്നെയും വലിയ കുഴപ്പമില്ല, എന്നാലും ഒരു ചെറിയൊരു ടെൻഷനാണ്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വിളിച്ച് ചോദിക്കുന്നുണ്ട് കേട്ടോ ഫ്രണ്ടിൻ്റെ മൊബൈലിൽ. അങ്ങനെ പോയി ആൾ ഉച്ചയ്ക്ക് ശേഷം ആണ് വന്നത്. ബിരിയാണിയൊക്കെ കഴിച്ച് പിന്നെ കുറച്ച് ബിരിയാണിയൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാനിന്ന് സ്പെഷ്യലായിട്ട് ഇത്തിരി നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കൂടെ പെരുന്നാൾ ഒരു ചെറിയൊരു ആഘോഷമായിരുന്നു. ആഘോഷം പറഞ്ഞാൽ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ചു, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ നമ്മുടെ വഴുതനങ്ങ തൈയും മുളക് തൈയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അപ്പം തന്നെ ഒന്ന് വെള്ളമൊക്കെ ഒന്ന് നനച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ തൈ വെച്ചാൽ പോരല്ലോ അല്ലേ, അതിനെ സംരക്ഷിക്കുകയും കൂടെ വേണമല്ലോ. അപ്പോൾ എന്തായാലും ഞാനിതാ ഒക്കെ വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ച് കൊടുക്കണം. ഈ വാഴ നിൽക്കുന്ന ഭാഗത്ത് വൃത്തിയാക്കണം, പക്ഷേ എനിക്ക് ഇപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് അത് ചെയ്തിട്ടില്ല കേട്ടോ. ഇടഭാഗത്തായിട്ട് കുറച്ച് തൂണിയും ഇതൊക്കെ പൊന്തയൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെയും കൂടെ ഒന്ന് ശരിയാക്കണം. അപ്പോൾ ഒരു 3-4 തൈയും കൂടെ ബാക്കിയുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് അതൊന്ന് വൃത്തിയാക്കിയിട്ട് പിന്നെ വെക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്ത് വെച്ചിരിക്കുകയാണ്.
मासिक मासिक काटवासी गोटवासी काटवासी അവനെ പഠിച്ചു കിട്ടിയ കടകൾക്ക് 10 അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കാണുന്ന കോപ്പറാട്ടി എന്താണെന്ന് വെച്ചാൽ ഉള്ളിയൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ സൃഷ്ടി. അപ്പോൾ സൃഷ്ടിക്ക് ഉള്ളിയൊക്കെ അരിയുമ്പോൾ എന്താണ് കണ്ണെരിഞ്ഞിട്ട് എൻ്റെ ഗ്ലാസ്സൊക്കെ എടുത്ത് വെച്ചിട്ടാണ് ആൾ ഉള്ളിയൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മക്കളിങ്ങനെ ഓരോന്നും ചെറുതായിട്ട് ഇങ്ങനെ ഹെൽപ്പൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ ഉള്ളിയൊക്കെ തൊലിയൊക്കെ കളഞ്ഞു വെച്ചിട്ട് പോയതായിരുന്നു ചാരു. പിന്നെ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി ഞാൻ എന്തെങ്കിലും പണി ചെയ്യണോ എന്ന് ചോദിച്ചപ്പോൾ അപ്പോൾ പിന്നെ എന്തായാലും ഉള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തോ എന്ന് പറഞ്ഞു. അങ്ങനെ ചിട്ടിക്കുട്ടി അങ്ങനെ ഉള്ളിയൊക്കെ ഒന്ന് കട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ എന്തായാലും സാലഡിനുള്ളതും നമ്മുടെ ചിക്കൻ കറിക്കുള്ളതും പിന്നെ നെയ്ച്ചോറിലേക്ക് ഇങ്ങനെ വറുക്കാനും ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് ആൾ മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു പണിയൊക്കെ ചെയ്ത് തന്നത് കൊണ്ട് തന്നെ നമുക്ക് കാര്യമായിട്ടുള്ള പണിയൊന്നുമില്ല കേട്ടോ. അപ്പോൾ കണ്ടോ സ്റ്റൈല് കാണിച്ചിട്ടാണ് അവൾ ചെയ്യണത്. ഓരോന്നും എടുത്ത് അങ്ങോട്ട് ഇട്ടിട്ട് നമ്മൾ വീഡിയോസിലൊക്കെ കാണുന്ന പോലെയൊക്കെ ട്രൈ ചെയ്ത് നോക്കുകയാണെന്ന് തോന്നുന്നു. ഞാനിപ്പോൾ വീഡിയോ കണ്ടപ്പോഴാണ് കേട്ടോ. ഞാൻ ഈ വീഡിയോ വെക്കില്ല എന്ന് വിചാരിച്ചിരുന്നതാണ്. അപ്പോൾ ചിട്ടിക്കുട്ടിക്കാണെങ്കിൽ അവളുടെ വീഡിയോസ് വെക്കണം എന്ന് പറഞ്ഞിട്ട് ഇത് അമ്മ ഞാൻ എടുത്തതല്ലേ എന്തായാലും കഷ്ടപ്പെട്ട് എന്തായാലും വീഡിയോ വെക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ചിട്ടിക്കുട്ടി സ്റ്റൈലായിട്ട് എന്താണ് ഉള്ളിയൊക്കെ അരിയണ വീഡിയോസൊക്കെ അങ്ങനെ വെച്ചതാണ് കേട്ടോ. അപ്പോൾ എല്ലാ സംഭവങ്ങളും സെറ്റാക്കി വെക്കുമ്പോഴത്തേക്കും ഞാൻ പിന്നെ തുണി അലക്കലും കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ അടുപ്പൊക്കെ ഒന്ന് കത്തിച്ച് ഇതാ ചിക്കൻ കറിയും നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അടുപ്പിൽ തന്നെയാണ് കേട്ടോ ഞാൻ വെക്കുന്നത്. സാധാരണ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. വൈകുന്നേരങ്ങളിൽ വെക്കുമ്പോൾ മാത്രം കുക്കറിലാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ ഞാനിതാ രാവിലെ 8:30 ആകുമ്പോൾ നമ്മൾ മസാലയൊക്കെ പുരട്ടി വെച്ച ചിക്കൻ ഉണ്ടല്ലോ, നല്ലോണം മസാലയൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട്. അത് നമ്മളൊന്ന് വറുത്ത് എടുക്കുകയാണ് കേട്ടോ. ചെറുതായിട്ടൊന്ന് വറുക്കുകയാണ്. കാരണം വറുത്തിട്ടാണ് കേട്ടോ ഇന്ന് കറി വയ്ക്കുന്നത്. അപ്പോൾ ഇന്ന് ഏട്ടൻ രാവിലെ പോകുമ്പോൾ തന്നെ പറഞ്ഞാണ് എന്നും വെക്കുന്ന പോലെ വെക്കണ്ട, ഒന്ന് വറുത്തിട്ട് ചിക്കൻ വറുത്തിട്ട് കറി വെച്ചാൽ മതി, കുറേ ആയി അങ്ങനെ വെച്ചിട്ട്, അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ വറുത്തിട്ടാണ് കേട്ടോ ചിക്കൻ കറി വയ്ക്കുന്നത്. വറുക്കുക എന്ന് പറഞ്ഞാൽ ഫുള്ളായിട്ട് നന്നായിട്ട് അങ്ങോട്ട് വറുത്തെടുക്കണമൊന്നുമില്ല, ലൈറ്റായിട്ടൊന്ന് വറുക്കുക. ഒരു 5 മിനിറ്റ് ഇട്ടിട്ട് ഒന്ന് അപ്പുറം ഇപ്പുറം തിരിച്ച് മറിച്ച് ഇട്ടിട്ട് ഒന്ന് ഒരു 10 മിനിറ്റ് അങ്ങനെ വറുത്ത് വെച്ചാൽ പകുതി വേവ് കേട്ടോ, അത്രയേ ആക്കണുള്ളൂ. ബാക്കിയുള്ളത് നമ്മൾ സാധാരണ കറി വയ്ക്കുന്ന പോലെ വെച്ചിട്ട് അങ്ങനെ എടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ ചിക്കനൊക്കെ വറുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് എണ്ണയേ വേണ്ടുള്ളൂ, ഒരുപാട് എണ്ണയൊന്നും വേണ്ട. നമ്മൾ അങ്ങനെ ഒരുപാട് മുക്കി പൊരിപ്പിക്കണമൊന്നുമില്ല. അങ്ങനെ 2 ട്രിപ്പ് ഉണ്ടായിരുന്നു കേട്ടോ ചിക്കൻ. അങ്ങനെ തിരിച്ച് മറിച്ച് വിട്ടിട്ട് ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. അങ്ങനെ വറുത്ത് വെച്ചതിന് ശേഷം നമ്മുടെ മസാലയൊക്കെ റെഡിയാക്കുകയാണ് കേട്ടോ. അതേ ഒരു പാത്രത്തിൽ തന്നെ നമ്മൾ ചിക്കൻ കറിക്കുള്ള മസാലയൊക്കെ കൂട്ടുകയാണ്. അത് പിന്നെ സാധാരണ നമ്മൾ വെക്കുമല്ലോ, എണ്ണയൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ നമ്മൾ വറുത്തതിൻ്റെ ഓയിൽ അതിൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഇത്തിരിയും കൂടെ ഓയിൽ ഒഴിച്ചതിന് ശേഷം അതിൽ കറുവപ്പട്ട അതൊക്കെ ഇട്ട് വെളുത്തുള്ളി ഇഞ്ചി നമ്മൾ സവാള എല്ലാം ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. ഇതാ മസാല കണ്ടിൽ അങ്ങനെ എല്ലാം ഇട്ടിട്ടുണ്ട്. കറിവേപ്പിലയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഇട്ട് റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ എല്ലാം മസാലകളൊക്കെ റെഡിയാക്കുമ്പോഴേക്കും ആ ഒരു പാത്രം ഉണ്ടല്ലോ, നമ്മൾ ചിക്കൻ വറുത്തതിൻ്റെ ചെറുതായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലിങ്ങനെ കരി, അതായത് ആ ഒരു ഉരുളിൻ്റെ അടിയിൽ പിടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഒരുപാട് അങ്ങോട്ട് കത്തിക്കുമ്പോൾ നന്നായിട്ട് അങ്ങോട്ട് അടി പിടിച്ചാലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ വേറൊരു പാത്രത്തിൽ ചീനച്ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമ്മുടെ ആ ഒരു ചിക്കൻ മസാലയൊക്കെ ചേർത്തതിന് ശേഷം നമ്മൾ വേറൊരു പാത്രത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മസാലയൊക്കെ ഒന്ന് പിടിച്ചതിന് ശേഷം നമ്മളിതാ ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത്. ഇങ്ങനെ കറി വയ്ക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെയല്ല, എപ്പോഴും ചിക്കൻ കറി വയ്ക്കുമ്പോൾ എപ്പോഴും ചൂടുവെള്ളം ഒഴിക്കുന്നതാണ് കേട്ടോ നല്ലത്. എന്നാലേ മാത്രമേ നന്നായിട്ടുണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ചിക്കൻ കറി തണുക്കുന്ന സമയത്ത് ഒരു വെള്ളം പൊട്ടി പോലെ നിൽക്കും, അതായത് വെള്ളം അങ്ങനെ തെളിഞ്ഞ് നിൽക്കും. അങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ചതിന് ശേഷം അടച്ച് വെച്ച് വേവിക്കാനായിട്ട് ചെറിയ തീയിലിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നെയ്ച്ചോറിനുള്ള സവാള ഉണ്ടല്ലോ അത് വറുക്കുകയാണ് കേട്ടോ. നല്ല നൈസായിട്ട് അരിഞ്ഞ സവാള നമ്മൾ നെയ്യും ഓയിലും ചേർത്തിട്ട് ഒഴിച്ചിട്ട് അതിൽ വറുത്തെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ നെയ്യ് ഒഴിച്ചത് കൊണ്ട് തന്നെ ഈ സവാളയ്ക്ക് ഒരു പ്രത്യേക മണമാണ്. നമ്മൾ നെയ്ച്ചോറിൻ്റെ കൂടെ ഇടുന്ന സമയത്ത് കഴിക്കുമ്പോൾ നല്ലൊരു മണമാണ് കേട്ടോ.
അപ്പോൾ അങ്ങനെ നമ്മുടെ സവാളയൊക്കെ ഒന്ന് മൊരിഞ്ഞ് തുടങ്ങുന്ന സമയത്ത് നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില ഇടണം എന്നൊന്നുമില്ല, എന്നാലും ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇത് വറുത്ത് കഴിഞ്ഞ ശേഷം നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരി ഉണ്ടല്ലോ, അതും ഇതേ ഓയിലും നെയ്യിലും തന്നെ ഇട്ടിട്ട് അതും ഒന്ന് വറുത്ത് മാറ്റണം. അപ്പോൾ എന്തായാലും നമ്മുടെ സവാളയൊക്കെ ഒന്ന് മൊരിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ കറി ആവും. അപ്പോൾ എന്തായാലും നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചിക്കൻ കറി അടുപ്പത്ത് തന്നെ വെച്ച് റെഡിയാക്കിയിട്ടുണ്ട്. അതൊന്ന് ഇറക്കി കൊണ്ട് വെച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടെ തൂകി നമുക്ക് ചിക്കൻ കറി അങ്ങ് വാങ്ങി വയ്ക്കാം. മല്ലിയിലയും കൂടി ഇട്ടാൽ നമ്മുടെ ചിക്കൻ കറി റെഡിയായി. പിന്നെ ഞാനിത് അവിടെ ഇടയിൽ കൂടെ കാഷ്യൂനട്ടും ഇതെല്ലാം കൂടെ ഒന്ന് വറുത്ത് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി കാണാൻ നല്ല ഭംഗിയൊക്കെ ഇല്ലേ? അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് തന്നെ ഒന്ന് രണ്ട് ഫോട്ടോസും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ തമ്മനയിലൊക്കെ വെക്കണമല്ലോ, അപ്പോൾ അതിനുവേണ്ടി ഇങ്ങനെ എടുത്തതാണ്. അതാണ് ക്ലിക്ക് ക്ലിക്ക് എന്ന് പറഞ്ഞിട്ട് സൗണ്ട് കേട്ടത്. അപ്പോൾ എന്തായാലും ചിക്കൻ കറി റെഡിയാക്കി അകത്തുകൊണ്ട് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിതാ വട്ടച്ചെമ്പൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നെയ്ച്ചോറ് ഉണ്ടാക്കുക. ഇവിടെ ബിരിയാണിനെക്കാളും കൂടുതൽ ഇഷ്ടം നെയ്ച്ചോറ് തന്നെയാണ് കേട്ടോ. പിന്നെ ബിരിയാണി ഉണ്ടാക്കുകയാണെങ്കിൽ പിള്ളേർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം നമ്മുടെ ബീഫ് ബിരിയാണി ഉണ്ടല്ലോ, അത് ഞാൻ ഉണ്ടാക്കിയാൽ നല്ലതാണ്, നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എപ്പോഴും പറയും ബീഫ് ബിരിയാണി ഉണ്ടാക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ട്. പിന്നെ മട്ടൺ ബിരിയാണി ഉണ്ടാക്കാറുണ്ട്. ഇപ്പോൾ കുറച്ച് കുറവാണ്, കാരണം നമ്മൾ ഇപ്പോൾ ഞായറാഴ്ചകളിലൊന്നും അങ്ങനെ ഉണ്ടാക്കുന്നില്ല കേട്ടോ. പണ്ടൊക്കെ ആണെങ്കിൽ ഞായറാഴ്ചയാണ് ഏട്ടൻ വരുന്നത്. ആ സമയത്ത് എല്ലാ ഞായറാഴ്ചയും എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കാറുണ്ട്. പിന്നെ ഇപ്പോൾ ഏട്ടൻ ഇവിടെ ഉള്ളത് കൊണ്ടും പിന്നെ ഞായറാഴ്ച നമുക്കിവിടെ വീട്ടിലിരിക്കാനുള്ള ഒരു ഇത് ഇല്ലാത്തത് കൊണ്ടും ക്ലാസ്സിലൊക്കെ പോകുന്നത് കൊണ്ടും സ്പെഷ്യൽ ഉണ്ടാക്കൽ ഇപ്പോൾ കുറഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മൾ ചിക്കനും ഇതൊക്കെ എടുക്കുന്നത് കുറച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ പെരുന്നാളും ആണല്ലോ, അപ്പോൾ പിന്നെ ഇന്നിപ്പോൾ വീട്ടിൽ ഞാനുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ട് ആൾ എല്ലാം വാങ്ങിച്ച് തന്നിട്ട് പോയതാണ്. അപ്പോൾ നമ്മൾ സാധാരണക്കാരൻ്റെ വീട്ടിൽ ഇടയ്ക്ക് വല്ലപ്പോഴും ഇതുപോലെ വിശേഷ ദിവസങ്ങളിലോ അല്ലെങ്കിൽ ആരെങ്കിലും ബന്ധുക്കാർ വരുമ്പോഴോ അങ്ങനെയൊക്കെയാണ് അല്ലേ നമ്മൾ മിക്കവാറും വീടുകളിൽ മിക്കവാറും പറഞ്ഞാൽ നമ്മൾ സാധാരണക്കാരൻ്റെ ഇടയിൽ ഈ ചിക്കൻ അല്ലെങ്കിൽ ഇതുപോലെ നെയ്ച്ചോറ് അങ്ങനെയൊക്കെ വെക്കുന്നത്. ചിലയിടങ്ങളിൽ എപ്പോഴും അവർക്കിങ്ങനെ മീൻ ഇറച്ചി അല്ലെങ്കിൽ ഇങ്ങനത്തെ സ്പെഷ്യൽ ഫുഡൊന്നും ഇല്ലാണ്ടിരിക്കാൻ പറ്റില്ല. അത് അവരിങ്ങനെ കഴിച്ച് ശീലമായതുകൊണ്ട് കേട്ടോ. അപ്പം നമ്മുടെ പാലക്കാട്ടന്മാർക്ക് അങ്ങനെയൊന്നുമില്ല, എന്ത് കുട്ടിയും കഴിക്കുന്ന ആൾക്കാരാണ് പാലക്കാടന്മാർ. നല്ല സാധുക്കളായ ജനങ്ങളാണ്. അപ്പോൾ ഇനിയിപ്പോൾ പുരാണം പറച്ചിൽ മതിയാക്കിയിട്ട് നമ്മുടെ അടുക്കള കാര്യങ്ങളിലേക്ക് വരാം അല്ലേ. അപ്പം ഞാനെപ്പോഴും നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ള നെയ്ച്ചോറാണ് കേട്ടോ. കഴിക്കാനും അതാണ് കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവുക. ഒരുപാട് അങ്ങോട്ട് മസാലയൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ ഒരുമാതിരി കുത്തും. അപ്പോൾ ഇതൊരു വൈറ്റ് റൈസ് പോലെ അങ്ങോട്ട് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന നെയ്ച്ചോറിൻ്റെ ഇതൊക്കെ ഞാൻ റെസിപ്പിയൊക്കെ മിക്ക വീഡിയോയിലും നമ്മൾ ഇടുമ്പോൾ പറയാറുണ്ട്. എന്നാലും നമ്മുടെ കൂട്ടുകാരാരെങ്കിലും പുതിയതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവർക്കും അറിയണമല്ലോ അല്ലേ. അപ്പോൾ ഞാൻ ആദ്യം ഓയിൽ ഒഴിക്കട്ടെ, അതായത് സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്, വെളിച്ചെണ്ണ ചേർക്കില്ല. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചതിന് ശേഷം കുറച്ച് നെയ്യ് ഒഴിക്കും. അതിന് ശേഷം നമ്മൾ നമ്മുടെ ഈ പട്ട, ഗ്രാമ്പു, ഏലക്കായ, പിന്നെ നമ്മൾ ജാതിപത്രി അങ്ങനെയുള്ളതൊക്കെ ഇടും കേട്ടോ. പിന്നെ അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് പച്ചമുളക് ഒരു 3-4 പച്ചമുളക് നെട്ടി കളഞ്ഞിട്ട് അങ്ങനെ ഇടും. അരിയരുത്, നെട്ടി കളഞ്ഞുകൊണ്ട് അങ്ങനെ ഇടും. എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ച ഒരു സവാള ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് വഴണ്ട് വരുന്ന സമയത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുക. അത് നല്ലോണം അങ്ങനെ പച്ചമണമൊക്കെ മാറി തുടങ്ങുന്ന സമയത്ത് നമ്മൾ എന്താണ് വെള്ളം കേട്ടോ, നമ്മുടെ ചോറിന് ആവശ്യമുള്ള വെള്ളം, അതായത് 1 കപ്പ് അരിയാണ് എടുക്കണമെങ്കിൽ 1.5 കപ്പ് വെള്ളം. അത് ചൂടുവെള്ളം ഒഴിക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. ഞാൻ ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിച്ചത്. നമ്മൾ അടുപ്പത്ത് ചട്ടി വെക്കുന്ന മുന്നേ തന്നെ നമ്മൾ അരിയൊക്കെ അളന്ന് റെഡിയാക്കി അതൊക്കെ കഴുകി റെഡിയാക്കി വെക്കണം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ചോറ് വേകണതിലൊരു എന്താ പറയുക അത്രയും കറക്റ്റായിട്ട് കിട്ടില്ല. മുന്നേ തന്നെ നമ്മൾ നമ്മുടെ അരിയൊക്കെ ഒന്ന് കഴുകി വെക്കുകയാണെങ്കിൽ ഒരു 5-10 മിനിറ്റ് വെള്ളത്തിൽ കുതിരുകയാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാൻ അരിയൊക്കെ കുതിരാനായിട്ട് വെച്ചതിന് ശേഷമാണ് ഞാൻ അടുപ്പത്ത് ചട്ടി വെച്ചത്. അപ്പോൾ ഇതെല്ലാം വഴറ്റിയതിന് ശേഷം നമ്മൾ വെള്ളം ഒഴിക്കുക, പാകത്തിന് വെള്ളം ഒഴിക്കുക, പിന്നെ ഉപ്പിടുക. തിളച്ച വെള്ളം, അതായത് ചൂടുള്ള വെള്ളം ഒഴിച്ചത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ തിളച്ച് കിട്ടും. ഒരു 5 മിനിറ്റിൻ്റെ ഉള്ളിൽ വെള്ളം പെട്ടെന്ന് തന്നെ ആയി കിട്ടും. അങ്ങനെ നമ്മൾ കഴുകി വെച്ച അരിയും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അതിപ്പോൾ എത്ര അരിയാണോ
അത്ര. ഇതിൻ്റെ അളവുകളെന്നൊന്നും പറയാനൊന്നും എനിക്കറിയില്ല. എനിക്കെല്ലാം ഒരു കൈക്കണക്കാണ് കേട്ടോ. അത് കറക്റ്റ് ആവാറുമുണ്ട്. ഈ അരിൻ്റെ അതായത് വെള്ളത്തിൻ്റെ കാര്യത്തിൽ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ബാക്കിയെല്ലാം ഒരു കൈക്കണക്കാണ്. അല്ലെങ്കിൽ 100 ഗ്രാം 50 ഗ്രാം എന്നൊന്നും പറയാനായിട്ട് കിട്ടില്ല. ഞാനിപ്പോൾ 2 3 കിലോ വെക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് ചേർക്കും കേട്ടോ. അതൊക്കെ നമുക്ക് ഓരോരുത്തരുടെയും കൈ അളവാണ്. അതൊന്നും നമുക്ക് കറക്റ്റായിട്ട് പറഞ്ഞു തരാനായിട്ട് അറിയില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളിതാ അരിയൊക്കെ ഇട്ടിട്ട് ഉപ്പൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കുക. ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കുക. അരി ഇടുമ്പോൾ നമ്മൾ ഉപ്പ് ചെക്ക് ചെയ്യണം. അത് കുറച്ച് വെള്ളത്തിൽ കുറച്ച് ഉപ്പ് മുന്നിട്ട് നിൽക്കണം കേട്ടോ. ഇത്തിരി ഉപ്പ് ജാസ്തി വേണം, എന്നാലേ നമ്മൾ ചോറ് വെന്ത് വരുമ്പോൾ കറക്റ്റ് ആവുള്ളൂ. അങ്ങനെ നമ്മൾ അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ ശേഷം തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ ഉപ്പുമാവ് പരുവമാവും നമ്മുടെ ചോറ്. ആ സമയത്താണ് ഞാൻ ചെറുനാരങ്ങ നീര് ചേർക്കുന്നത് കേട്ടോ. ചിലരിങ്ങനെ വെള്ളത്തിൽ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ ചെറുനാരങ്ങ നീര് ചേർക്കുന്നത് കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ അരി ചെറിയ മിസ്റ്റേക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ അരി ഇങ്ങനെ തരിച്ചു പോകും. അതായത് വേകാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. തരിച്ചതായ പിന്നെ വേകൂല അരി. അപ്പോൾ ഞാൻ ഈ ഒരു സമയത്ത് ഒരു 3/4 വേവാകുന്ന സമയത്ത് ഞാൻ കുറച്ച് ചെറുനാരങ്ങ നീരും നമ്മളെ തൈരുണ്ടല്ലോ അതും ചേർത്ത് കൊടുക്കും. ഇത് രണ്ടും പുളിയുള്ളത് കൊണ്ട് ഇതുപോലെ ഒരു സമയത്താണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് എപ്പോഴും. അങ്ങനെ അതും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കിണ്ടി വിടുക. അതായത് നമ്മുടെ അരി ഒന്ന് നന്നായിട്ട് ഇളക്കി എല്ലാം ഒന്ന് തട്ടിപ്പൊത്തി അങ്ങോട്ട് വെക്കുക. കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുക മേലെ. പിന്നെ ക്യാരറ്റ് അല്ലെങ്കിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഈ സമയത്ത് ഇടുകയാണെങ്കിൽ ഇട്ട് കൊടുക്കുക. ഇന്നിപ്പോൾ ഞാൻ അതൊന്നും ചെയ്തിട്ടില്ല. കുറച്ച് നെയ്യ് മാത്രം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ദമ്മിടുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ നേരത്തെ ഞാൻ നെയ്യിലാണല്ലോ നമ്മൾ സവാളയൊക്കെ വറുത്തെടുത്തത്. നെയ്യും ഓയിലിലാണ് സവാളയൊക്കെ വറുത്തെടുത്തത്. അതിൽ കുറച്ച് നെയ്യ് ഉണ്ടായിരുന്നു. അത് ഈ ഒരു സമയത്ത് ഒഴിച്ചിട്ട് അടപ്പ് വെച്ച് അടച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ തീ ഉണ്ടല്ലോ, തീ കനലിൽ കോരിയിടുകയാണ്. അങ്ങനെ കോരിയിട്ടിട്ടൊരു 10-15 മിനിറ്റ് അല്ലെങ്കിൽ മാക്സിമം ഒരു 20 മിനിറ്റൊക്കെ വെച്ചാലും മതിയാവും. അപ്പോഴേക്കും തന്നെ നമ്മുടെ ചോറൊക്കെ സെറ്റാവും കേട്ടോ. ഒരു 80% നമ്മുടെ ചോറ് വെന്തിട്ടുണ്ട്. കുറച്ച് ഇനി വേവാനുള്ളൂ. അതിപ്പോൾ നമ്മൾ മേലെ കനലും കൂടി ഇട്ടിട്ട് അടുപ്പിൽ നിന്ന് ഇറക്കി വെക്കണം കേട്ടോ. അല്ലെങ്കിൽ അടുപ്പിൽ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ തീ കത്തിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് അടി കരിയാനുള്ള ചാൻസ് ഉണ്ട്. കനലിട്ടതിന് ശേഷം നമുക്ക് ഇറക്കി കുറച്ച് നേരം വെക്കാം. അതിൻ്റെ മേലെ ഒരു വെയിറ്റ് എന്തെങ്കിലും വെച്ച് കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഈ ഇടിക്കുന്ന കല്ലൊക്കെ ഉണ്ടാവില്ല, അതോ അല്ലെങ്കിൽ ദോശത്താവ്യോ അങ്ങനെ എന്തെങ്കിലും വെയിറ്റുള്ള സാധനങ്ങൾ ദമ്മിൻ്റെ മേലെ വെച്ച് കൊടുക്കുക. അതിന് ശേഷം ഒരു 10-20 മിനിറ്റിന് ശേഷം നമ്മൾ തുറന്ന് നോക്കുന്ന സമയത്ത് ഈ വെള്ളമൊക്കെ ഒന്ന് പറ്റി നല്ലോണം വെന്ത് നല്ല ഒന്നും ഒട്ടാതെ നല്ലത് കണ്ടില്ലേ, നല്ല പൊരുന്ന് തന്നെ കിട്ടും കേട്ടോ. ആവശ്യത്തിന് വെന്തിട്ട് നല്ല കറക്റ്റ് അളവിൽ കിട്ടും നമുക്ക്. ആ ഒരു സമയത്ത് നമുക്ക് ക്യാരറ്റ് അരിഞ്ഞതുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ പിന്നെ ഞാനിതുപോലെ ആണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ഉള്ളി വറുത്തതും അണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്തത്, അതിൻ്റെ ഒപ്പം കറിവേപ്പിലയും വറുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കുറച്ച് ഇട്ട് കൊടുത്തു. അതിൻ്റെ മേലെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് വിളമ്പാട്ടാ. ഇനിയിപ്പോൾ അടച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല. വേണമെങ്കിൽ നമ്മൾ ഇത് ഇട്ടതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി വിടുക. അതായത് കരണ്ടി ഇട്ടിട്ടല്ലാതെ നമ്മൾ ഈ ചട്ടകത്തിൻ്റെ ബാക്ക് വശമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വിട്ടിട്ട് ഇതൊക്കെ ഇട്ടാലും കുഴപ്പമില്ല. എന്തായാലും ഇളക്കി വിടണം, അല്ലെങ്കിൽ പിന്നെ കുറച്ച് സമയം കഴിയുമ്പോൾ ഇത് കുറച്ച് കട്ടയാവും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇളക്കി വിടുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ നെയ്ച്ചോറും ചിക്കൻ കറിയും സാലഡൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് പോകണം. ഞാനും ചെട്ടിയും മാത്രമേ ഉള്ളൂ കേട്ടോ ഒന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനായിട്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ നെയ്ച്ചോറ് കഴിച്ചിട്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെയ്ക്ക് എല്ലാവരോടും ടേക്ക് കെയർ ആൻഡ് ബൈ. അപ്പോൾ ഈ ബിരിയാണി ഒന്നും ഇഷ്ടമല്ലാത്തവർ ഇതുപോലെ അധികം മസാലകളൊന്നും ചേർക്കാണ്ട് നല്ലൊരു പ്ലെയിൻ റൈസ് പോലെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇതുപോലെ നല്ല പഞ്ഞി പോലെ വെന്ത ചിക്കനും കുറച്ച് സലാഡും എടുത്തിട്ട് എല്ലാം കൂടെ അങ്ങോട്ട് കൂട്ടി കുഴച്ച് അങ്ങോട്ട് കഴിച്ചാലുണ്ടല്ലോ എൻ്റെ പൊന്നു സാറേ.